ലൈഫ് ഈസ് ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ്. ചില സമയത്ത് നമുക്ക് മതിയായി, എങ്ങനെയെങ്കിലും ഈ ലോകം നിർത്തിപ്പോകാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയങ്ങളിലായിരിക്കും നമ്മളൊന്നും വിചാരിക്കാത്ത സർപ്രൈസുകൾ നമ്മുടെ മുന്നിലേക്ക് തുറന്നു വരിക. ഒരു പണ്ടോര ബോക്സ് പോലെ. നമ്മൾ ആ സന്തോഷങ്ങളിൽ വളരെയധികം സന്തോഷിച്ച് ആ സന്തോഷങ്ങൾ തുടർന്ന് പോകുമെന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുക. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന സമയത്ത് അമിതമായി സന്തോഷിക്കാത്തവനും നഷ്ടപ്പെടുന്ന സമയത്ത് അമിതമായി അതിനകത്തേക്ക് സങ്കടപ്പെടാത്തവനും ജീവിതത്തിൻ്റെ അർത്ഥം അറിഞ്ഞ് ജീവിക്കുന്നവരാണ്. ജീവിതത്തിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതായിരിക്കും നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നത്. ചിലപ്പോൾ നമ്മുടേതാണെന്ന് കരുതി നമ്മൾ ഉറപ്പിച്ച് പിടിക്കുന്നതായിരിക്കും ഒരു നിമിഷങ്ങളിൽ നമ്മുടെ കൺമുന്നിൽ നിസ്സഹായനായി നിന്നുകൊണ്ട് അത് പതുക്കെ നമ്മുടെ പിടിവിട്ട് അകന്നു പോകുന്നത്. യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, ലൈഫ് ഈസ് ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ്. ഈ അൺസർട്ടനിറ്റീസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ലൈഫിൻ്റെ ഒരു റൂള്. നമ്മൾ ജീവിതത്തിനെക്കുറിച്ചൊരു നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ചൊരു നിയമങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും അടുത്ത നിമിഷത്തിൽ ഇതുവരെ നമ്മൾ പഠിച്ചു വെച്ച അറിഞ്ഞു വെച്ച കാര്യങ്ങൾ അടുത്ത നിമിഷത്തിൽ അത് തെറ്റായിരുന്നു അല്ലെങ്കിൽ അത് തെറ്റിപ്പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, ലൈഫ് ഈസ് ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ്. ആ അൺസർട്ടനിറ്റീസിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ അതേപോലെ സ്വീകരിക്കാൻ നമുക്ക് പറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം വളരെ മനോഹരമായി തീരുന്നത്. എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ, എല്ലാം മുന്നേ എഴുതിയതുപോലെ നടന്നു പോവുകയാണെങ്കിൽ ഇതിനെന്ത് ഭംഗിയാണുള്ളത്. ഓരോ സങ്കടത്തിൻ്റെയും അവസാനം സന്തോഷത്തിനുള്ള വിത്ത് അതിൽ തന്നെ പാകിയിട്ടുണ്ടാകും. ആ സന്തോഷങ്ങൾ കൂടിക്കൂടി സന്തോഷത്തിൻ്റെ അവസാനം സങ്കടങ്ങളിലേക്കുള്ള വിത്തും അതിനകത്ത് പാകിയിട്ടുണ്ടാകും. ഇങ്ങനെ സന്തോഷങ്ങളും സങ്കടങ്ങളും മാറി മാറി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന കാലചക്രങ്ങളാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം. ചിലർ സങ്കടങ്ങൾ മാത്രം കണ്ടെത്താൻ ശ്രമിക്കും, ചിലർ സന്തോഷങ്ങൾ മാക്സിമം ഉള്ള സങ്കടങ്ങളിൽ പോലും സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. ആ ചക്രങ്ങളാണ്, സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും ചക്രങ്ങൾക്കിടയിൽ ബാലൻസായ ഒരാൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് അയാളുടെ ജീവിതത്തിൻ്റെ അർത്ഥവും അടിസ്ഥാനവും. നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ, നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മളെ മനസ്സിലാക്കണമെന്ന് നമ്മൾ വല്ലാതെ ആഗ്രഹിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ സങ്കടങ്ങൾക്ക് എന്നെ ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല, എനിക്കാരുമൊന്നുമില്ല എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകാൻ കാരണം മറ്റുള്ളവരോരോരുത്തരും അവരവരുടെ ചിന്താഗതികളിൽ ചിന്താശരികളിലൂടെ ജീവിക്കുന്നവരാണ്. അവരെ അവരുടെ വഴികൾക്ക് വിടുക. മറ്റൊരാൾ നമ്മളെ അംഗീകരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ജീവിച്ചു പോവുക നമ്മുടെ ജീവിതങ്ങൾ, അവരെയും അവരുടെ വഴിക്ക്, ഓരോരുത്തരെയും അവരുടെ വഴിക്ക് ജീവിക്കുവാൻ അനുവദിക്കുക. ജീവിതത്തിന് നല്ല സുന്ദരമായ അർത്ഥങ്ങളുള്ളതായിട്ട് നമുക്ക് പതിയെ ബോധ്യം വരും. ഒരാൾ 100 വയസ്സ് വരെ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിലയാൾ ഒരു 33 വർഷവും ഉറങ്ങിത്തീർക്കുകയായിരിക്കും. ഒരു 35 വർഷത്തിൽ കൂടുതൽ അയാൾ ജോലി സ്ഥലത്തായിരിക്കും. ഒരു 15 വർഷമെങ്കിലും അയാൾ TV കാണുന്നുണ്ടാവും, മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് എൻ്റർടൈൻമെൻറ്റുകൾ ചെയ്യുന്നുണ്ടാവും. 5 വർഷം അയാൾ കുളിച്ചും ഭക്ഷണം കഴിച്ചും ഒക്കെ സമയം ചെലവഴിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു 10 വർഷം, ഒരു 10-15 വർഷമാണ് എല്ലാം കഴിഞ്ഞ് ഒരു 100 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യന് ജീവിതം എന്ന് പറയുന്നത് ബാക്കിയുള്ളത്. ബാക്കി 85-90% കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മളെ കൺട്രോളിനപ്പുറത്തേക്കുള്ളതാണ്. ഈ ഒരു 10%, 100 വർഷം ജീവിച്ചാൽ പോലും 10-15 വർഷത്തിൽ കിട്ടുന്ന ആ ഒരു ജീവിതം അത്രയും മനോഹരമാക്കി ജീവിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് ഈ വരദാനം പോലെ കിട്ടിയ ജീവിതത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. സ്വന്തം ജീവിതങ്ങളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രാരാബ്ദങ്ങളെക്കുറിച്ച് സങ്കടപ്പെടാതെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് പുറത്ത് കടക്കണമെന്നുള്ളത് ചിന്തിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുക. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. ചെറിയ ആളുകളാണെന്ന് കരുതുന്നവർക്ക് അവരുടേതായുള്ള ചെറിയ പ്രശ്നങ്ങൾ വലുതാണ്. വലിയ ആളുകളാണെന്ന് നമ്മൾ കരുതുന്ന പലർക്കും പ്രശ്നങ്ങളും വലുത് തന്നെയാണ്. പക്ഷെ അവരുടെ വലിയ പ്രശ്നങ്ങളെ അവർ എത്ര ചെറുതാക്കി കാണിക്കുന്നു എന്നുള്ളതാണ് അവരെക്കാൾ വലിയവരാക്കി മാറ്റുന്നത്.
നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ ഊതിപ്പെരുപ്പിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകളിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക, നിങ്ങൾ സന്തോഷവാനായിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സങ്കടങ്ങളും കരച്ചിലുകളും മാർക്കറ്റിൽ എടുക്കാച്ചരക്ക് തന്നെയാണ്. മറ്റൊരാളിൽ നിന്നുള്ള സന്തോഷം തേടുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നിങ്ങളിൽ തന്നെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുകയാണ്. നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സന്തോഷം കണ്ടെത്താൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനും ഒരർത്ഥം ഉണ്ടാവുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.